നമസ്കാരം, ഞാൻ രാജൻ വടക്കേക്കുടി. ഇന്ന് വാട്ടി ഉണങ്ങാനുള്ള കപ്പ നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ കപ്പ പറിച്ചെടുത്ത് തീരാറായിട്ടോ. കപ്പയുടെ തണ്ട്, കപ്പയുടെ ഇല, കപ്പയുടെ ചെറിയ തണ്ട് ഒക്കെ നമുക്ക് കാണാമല്ലോ. മണ്ണുണങ്ങിപ്പോയതുകൊണ്ടേ ആ മേളിലത്തെ മണ്ണൊന്നും മാറ്റിയില്ലെങ്കിൽ ഈ കപ്പ പറിച്ചെടുക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. പറിച്ചെടുക്കാം. ഓടിക്കല്ലേ 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 പിടിച്ചോണ്ടിരിക്കുക. യെസ്, ഒരുമാതിരി കിഴങ്ങുണ്ട് കേട്ടോ. നല്ല നല്ല കപ്പയാണ് ഇത്. ഈ 10 കപ്പയെന്ന് പറയും. അതായത് വാട്ടി ഉണങ്ങിയാൽ 10 8 കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ 10 5 ഉറപ്പാണ്. ഇതൊരെണ്ണം പറിച്ചപ്പോഴേ ഇതിൻ്റെ തണ്ടങ്ങോട്ട് ഒടിഞ്ഞു പോയതാണ്. എന്തായാലും ഇതും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ, സൂപ്പർ കിഴങ്ങ് കേട്ടോ. അതിനകത്ത് കുറേ പൊടിക്കപ്പയുണ്ട്, വണ്ണം കുറഞ്ഞതേ. പക്ഷെ ഇതൊക്കെ നമുക്ക് വാട്ടിയെടുക്കാം. കപ്പ വിത്ത്, ഇതാണ് വിത്ത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കാലിത്തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ചെറിയ തണ്ടുകളും ഇലയുമെല്ലാം. കന്നുകാലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറക്കുന്ന പശുക്കൾക്കാണെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാല് കൂടുതൽ കിട്ടും. കപ്പയുടെ പുറന്തൊലി ചെത്തി എടുക്കുകയാണ്, ചിരണ്ടി എടുക്കുക. ഇതാണ് അരിഞ്ഞ കപ്പ. കപ്പ വാട്ടാൻ തുടങ്ങും കേട്ടോ. രാവിലെ കപ്പ വാട്ടിയെങ്കിലേ ഒരു സുഖമുള്ളൂ. രാവിലെ നല്ല തണുപ്പുമാണ്. എന്നാൽ പിന്നെ ആ തണുപ്പ് കൂട്ടി അല്പം തീയും കായാം, കപ്പയും വാട്ടാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ കപ്പ വാട്ടിൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത്. ഉണ്ടോ, കപ്പ അരിയുന്നുണ്ടോ? എത്ര മുഴുത്ത കപ്പയാണെങ്കിലും നല്ല സ്മൂത്തായിട്ട് അരിയാൻ പാകത്തിനുള്ള കത്തിയാണ്. തീരെ കനം കുറഞ്ഞ കത്തി. ഇവിടെ കപ്പക്കത്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കത്തിയാണ്. ഇതുണ്ടല്ലേ, ഒരേ കനത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കണം കേട്ടോ, ചിലപ്പോൾ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ ഒരു വർത്തമാനമുണ്ട്, വെള്ളം കൊളകൊളാന്ന് തിളയ്ക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് കപ്പ ഇടാൻ പോവാണേ. ഫാസ്റ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. മേത്തി ചാടരുത് കേട്ടോ, മേത്തി ചാടും വെള്ളം. തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒന്ന് ഇളക്കി ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ ചോട്ടി പിടിക്കും. പയ്യെ തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഇതിൻ്റെ പാകത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇളക്കി നോക്കാൻ പറഞ്ഞത്. ഒന്ന് കോരിക്കേ മോനെ. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഈ കപ്പപ്പൂള് നടുക്ക് പൊട്ടി തുടങ്ങി കേട്ടോ. നടുക്ക് പൊട്ടി കഴിയുമ്പോഴാണ് നമ്മൾ കോരുന്നത്. അതാണ് അതിൻ്റെ പാകം, പരുവം എന്ന് പറയുന്നത്. ഇതാ പൊട്ടി തുടങ്ങി. ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞാൽ മതി. കപ്പ കോരിയെടുക്കുകയാണ് കേട്ടോ. കപ്പ ഇതിൽ കൂടുതൽ വേകാൻ പാടില്ല. ഒരു 4 വെയിൽ കൊണ്ടാൽ ചില്ല് പോലെ ഉണങ്ങി കിട്ടും. എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. പിന്നെ ഒരു ചെറിയ കാര്യമുണ്ട്, ഒരുപാട് നാൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കപ്പ കുത്തിപ്പോവും. സാധാരണ ഇവിടെ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. വീടിൻ്റെ മുകളിലെ വാർക്കപ്പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കോരിയെടുക്കുകയാണ്. 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ വാട്ടുകപ്പ നമുക്ക് ഉണങ്ങി കിട്ടി. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ ഇത് നല്ല സൂപ്പർ വാട്ടുകപ്പ കേട്ടോ. ഒരു കൊള്ള വിരുന്നാലും ഒരു കേടും വരാത്ത വാട്ടുകപ്പ. നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.